AJ ഇലക്ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബട്ടർഫ്ലൈ കമ്പനിയുടെ മിക്സിയിൽ വരുന്ന ജാറിൻ്റെ സർവീസിനെ കുറിച്ചാണ്. ഈ മോഡലാണ് സാധാരണയായി മിക്കവാറും എല്ലാ ബട്ടർഫ്ലൈ മിക്സികളിലും വരുന്ന ജാറുകൾ. ബട്ടർഫ്ലൈ മിക്സിയിൽ വരുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ സൈസ് ജാറാണിത്. ഇതിൻ്റെ ത്രെഡ് സാധാരണ രീതിയിൽ തന്നെയാണ്, റൈറ്റിലേക്ക് ലൂസ്. ഉള്ളിലേക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ ബേസ് മുഴുവനായി ദ്രവിച്ച് നട്ടിൽ നിന്ന് പിടുത്തം വിട്ട് നിൽക്കുകയാണ്. ഇതിലെ ബുഷ് പ്ലേറ്റ് കേടുവന്നതുകൊണ്ട് ഇതിലെ ബുഷ് മാറ്റാൻ സാധിക്കില്ല. ബുഷ് പ്ലേറ്റ് മൊത്തത്തിൽ മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ബുഷ് പ്ലേറ്റ് എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നോക്കാം. ഇത് ഇളക്കിയെടുക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് ഇളക്കിയെടുക്കണം. ഇതിൽ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ബോൾട്ടാണ്. അപ്പോൾ ഈ ബോൾട്ട് ഒടിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫിറ്റ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ചിലപ്പോൾ ഇതിൽ ഹോളിട്ട് വേറെ നട്ടും ബോൾട്ടും ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഒടിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ റെഡിമെയ്ഡ് ബുഷ് പ്ലേറ്റ് ഇതുപോലെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിൽ ചിലതിൽ ഇതുപോലെ ഈ റൗണ്ട് ഈ മൊട്ട് പോലുള്ള റബ്ബർ വാഷർ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഴയ വാഷർ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഇതിനകമൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യണം. ആദ്യം റബ്ബർ വാഷർ ഇതിലേക്ക് വെക്കണം. അത് കഴിഞ്ഞ് ഈ ബേസ് ഈ റബ്ബർ വാഷർ ഇതിൽ വെച്ചിട്ട് ഈ നട്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാം. നാല് ബോൾട്ടിലും നട്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഓപ്പോസിറ്റുള്ള നട്ടുകൾ ഒരേ അളവിനാണ് ടൈറ്റ് ചെയ്യേണ്ടത്. ഒരു സൈഡ് ഫുള്ള് ടൈറ്റ് ചെയ്തതിന് ശേഷം അതിന് ഓപ്പോസിറ്റ് സൈഡ് ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സൈഡ് ചരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് മാറി ടൈറ്റ് ചെയ്യാം. അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പഴയ നട്ട് ഡാമേജ് ആവാത്തത് കൊണ്ടാണ് പഴയ നട്ട് ഉപയോഗിച്ചത്. ചില ജാറുകളിൽ ഇളക്കുന്ന സമയത്ത് പഴയ നട്ട് ദ്രവിച്ച് പോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ നട്ട് ഉപയോഗിക്കേണ്ടി വരും. ഇനി ഇതിൻ്റെ ഷാഫ്റ്റാണ് മാറ്റേണ്ടത്. ഈ ഷാഫ്റ്റ് പഴയ ഷാഫ്റ്റ് നല്ലോണം തുരുമ്പിച്ചിട്ടുണ്ട്. തുരുമ്പിച്ചാലും അല്ലെങ്കിലും ബുഷ് മാറ്റുമ്പോഴോ ബുഷ് പ്ലേറ്റ് മാറ്റുമ്പോഴോ ബേസൊക്കെ മാറ്റുമ്പോൾ അതിൻ്റെ ഷാഫ്റ്റ് കൂടെ മാറ്റുന്നതാണ് വളരെ നല്ലത്. അപ്പോൾ ഇതിലും ത്രെഡ് റൈറ്റിലേക്കാണ് ലൂസാക്കേണ്ടത്, ടൈറ്റ് ലെഫ്റ്റിലേക്ക്. സാധാരണ നമ്മുടെ സുമിത്ത് മോഡൽ ജാറിൽ വരുന്ന ഷാഫ്റ്റിലും ഈ ബട്ടർഫ്ലൈക്ക് വരുന്ന ഷാഫ്റ്റിലെയും ത്രെഡ് കപ്ലർ സൈഡിൽ ത്രെഡ് പിരി അളവ് വ്യത്യാസമുണ്ട്. അപ്പോൾ സാധാരണ സുമിത്ത് മോഡലിലെ ഷാഫ്റ്റ് ബട്ടർഫ്ലൈ ജാറിൽ സൂട്ടാകത്തില്ല.
മാക്സിമം ടൈറ്റ് ചെയ്യണം. ഇതിൽ ചെറിയ ടൈറ്റ് ഉണ്ട്, അപ്പോൾ അത് റീമർ ഉപയോഗിച്ച് അതൊന്ന് ഫ്രീ ആക്കണം. കൂടുതൽ ലൂസാവരുത്. അലൈൻമെൻറ്റ് വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്കിനി ഇത് സെറ്റ് ചെയ്യാം. ഇതിലുപയോഗിക്കേണ്ട വാഷർ പല സൈസിൽ കനം വ്യത്യാസമുള്ളത്, കനം കൂടിയത് കുറഞ്ഞതും പല കനത്തിലുള്ളത് മാർക്കറ്റിൽ ലഭ്യമാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ടൂൾസിൽ ഈ ഭാഗം ബട്ടർഫ്ലൈ മോഡൽ ജാറുകളിലെ ബുഷ് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ മോഡൽ ജാറിനാണ്. ഇതിൽ ഈ ഭാഗം ചരിഞ്ഞാണ് വരുന്നത്. ഭാഗം ഉപയോഗിച്ചാണ് ഈ മോഡൽ ജാറിൽ ബുഷ് മാറ്റേണ്ടത്. ഇതുപോലെ ഇലക്ട്രിക്കൽ സർവീസുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.